ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. പഠിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മളിന്ന് സംസാരിക്കുന്നില്ല, കാരണം കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ. അതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഒരു സർജറി ഉണ്ടായിരുന്നു. എനിക്ക് വയറ് ഭയങ്കര പെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ്റിലൊരു സർജറി നടത്തേണ്ടി വന്നു. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. 2 ദിവസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും ഇന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റുമ്പോൾ താമസിച്ചു. രാത്രി പെയിനും കാരണം ലേറ്റായി, അതുകൊണ്ടാണ് താമസിച്ചത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും നല്ല പെയിൻ ഇഷ്യൂ കാരണം എനിക്ക് കിടക്കേണ്ടി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വീഡിയോ എടുത്തതുകൊണ്ട് പിന്നെ ഇടാമെന്ന് കരുതി. ജസ്റ്റ് ഒരു നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. കാരണം പിന്നീടായാലും ഇങ്ങനൊരു സമയം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്നോർക്കാലോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെറിയ സ്ട്രെച്ചസൊക്കെ ചെയ്തു. എനിക്കധികം നന്നായിട്ട് നടക്കാനൊന്നും പറ്റിയില്ല, എങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കണമെന്നൊക്കെ. നമ്മുടെ ബാൽക്കണിയൊക്കെ ആകെ കുളമായി കിടക്കുകയാണ്. ഞാൻ പോയ അന്ന് തൊട്ട് തുടങ്ങിയ മഴയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് തോന്നുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നോർമലി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥിച്ചു. എനിക്ക് പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ പറ്റും കുറച്ച് ദിവസം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പഴം അങ്ങനെയുള്ളതൊക്കെ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റൂ. ഓയിലി ഫുഡ് അങ്ങനെയുള്ളതൊന്നും സർജറി കഴിഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. റൂമൊക്കെ ആകെ കുളമായി കിടക്കുവാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കുനിയാനൊന്നും പറ്റത്തില്ല. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ വന്ന് കിടന്നു കുറേ നേരം. അതിന് ശേഷമാണ് പിന്നെ കുളിച്ചത്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം തലയൊക്കെ കുളിച്ചു. ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് തോർത്തി. നന്നായിട്ട് എനിക്ക് തോർത്താൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് തോർത്തി. പിന്നെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കും, കാരണം എനിക്ക് ത്രോട്ട് പെയിനും കൂടിയുണ്ട്. ഈ ഒരു സർജറിക്ക് അനസ്തേഷ്യയുടെ ട്യൂബ് നമ്മുടെ ത്രോട്ട് വഴിയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെയിനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനുശേഷം എനിക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ കിടക്കുകയാണ് ചെയ്തത്. പഠിക്കാമെന്നാണ് കരുതിയത്. കുറച്ച് നേരം കിടന്നു. അതിന് ശേഷം ഒരു ബുക്ക് വായിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കാണ് എടുത്തത്. ഈ ഒരു ബുക്കിൻ്റെ റൈറ്ററും ഇതുപോലെ ഒരു സുഖമില്ലാണ്ട് കിടക്കുന്നത് തൊട്ടാണ് ഈ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ബുക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴായിരുന്നു ഇങ്ങനത്തെ ഇഷ്യൂ വന്നത്. അത് നമുക്കിനി ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്ര ഒരു പെർഫെക്ഷനൊന്നും ഇല്ലാതാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ വോയിസ് ഓവറും അതുപോലെയാണ് ചെയ്യുന്നത്. നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മാംഗോ കഴിച്ചു. അതിന് ശേഷം നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ നന്നായി കിടന്നുറങ്ങി. അതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിച്ചത്. ഫുഡും എനിക്ക് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. മീൻ കറിയും മോരുകറി അച്ചാറൊക്കെ ഉണ്ടായിട്ടും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര കയ്പ്പാണ് വായൊക്കെ. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഈവനിങ് ആണ് എഴുന്നേറ്റത്, കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ വൈകിട്ട് നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നൊരു അന്തരീക്ഷം. കൊതുക് കയറുമെന്ന് എഴുതി ഞാൻ ജസ്റ്റ് കതകും ജനലും ഒക്കെ അടച്ചു. ഇനി ഈ ഒരു സുഖമില്ലാത്തിരിക്കുമ്പോൾ കൊതുകിൻ്റെ കടിയും കൂടി കൊള്ളാൻ വയ്യ. ജീവിതത്തിൽ ആദ്യത്തെ ഒരു സർജറി ആയതുകൊണ്ട് നല്ല പേടിയും ഭയവും ഒക്കെ ഉള്ള ഒരു കുറേ ദിവസങ്ങളാണ് കടന്നു പോയത്. ഇനി അതൊക്കെ മാറ്റി പഴയൊരു ലൈഫിലേക്ക് കടന്നു വരണം. നമ്മുടെ PSCയുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ SCRTയുടെ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എന്താ വീഡിയോ ഇടാത്തത്, എന്താ എനിക്ക് പറ്റിയത് എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ 100% ശക്തിയോടെ തിരിച്ചു വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെയും ബൈ.